ഒരു 4 ദിവസം തുർക്കി യാത്ര വീഡിയോ ആണ്. ഡേ 1. ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഫസ്നയും വെബിനും. സോ ഞങ്ങൾ തുർക്കി എയർലൈനാണ് സെലക്ട് ചെയ്തത്. ഇസ്താംബുൾ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന മുമ്പുള്ളൊരു വ്യൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കോളേജിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റ് ഈ IEEE FI Cloud 25 അവർ സെലക്ട് ചെയ്തു. അവർ ഇൻവൈറ്റ് ചെയ്തതാണ് ഈ ഒരു കോൺഫറൻസ് മീറ്റിംഗ്. കോളേജാണ് ഇതിൻ്റെ എല്ലാ ചിലവും വഹിച്ചത്. ഞങ്ങൾ അതിനുപരമായിട്ട് പേപ്പർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അതൊക്കെ കഴിഞ്ഞു, അവിടെ എത്തി. ഏകദേശം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രസൻറ്റേഷൻ ഉണ്ടായത്. അതിന് മുന്നേ ഉള്ളൊരു ഫുഡ് അടിയും കാര്യങ്ങളൊക്കെയാണ്. ടെൻഷനോട് കൂടിയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ പ്രസൻറ്റേഷൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. പ്രസൻറ്റേഷൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാനൽ മെമ്പേഴ്സൊക്കെ ഭയങ്കര ഇൻട്രാക്റ്റീവ് പേഴ്സൺസ് ആയതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിരുന്നു. അതിന് ശേഷമുള്ള എന്തായാലും ഫോട്ടോ എടുക്കണം. അതിന് ശേഷമുള്ള കുറച്ച് 2-3 ഫോട്ടോസാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അന്നത്തെ കോൺഫറൻസ് കഴിഞ്ഞു. പിന്നെയുള്ളത് ഒരു വെൽക്കം റിസപ്ഷൻ പാർട്ടി ആയിരുന്നു. വെൽക്കം റിസപ്ഷൻ പാർട്ടി എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഒരു വെജ് ഐറ്റംസ് ആണ്. അവിടുത്തെ തുർക്കിഷ് ഫുഡും കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞത് മൊത്തം വെജാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. ഞങ്ങൾക്ക് എന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു, എനിക്കും ഫസ്റ്റിനൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്യുവർ നോൺ വെജിറ്റേറിയൻ പേഴ്സൺസൊക്കെ ഇത് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇവനെ പോലെ. അതൊക്കെ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ട് കോഴ്സ് മാത്രമായിരുന്നു ഒരു ബുദ്ധിമുട്ട്. പിന്നെ മെയിൻ കോഴ്സ് വന്നപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് നല്ലപോലെ കഴിക്കാനൊക്കെ പറ്റി. പിന്നെയുള്ള ഫ്രൂട്ട്സ് അതും അത്യാവശ്യം കഴിച്ചപ്പോൾ ഒരു സമാധാനമൊക്കെ ആയി. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. പിന്നെ അതിനുശേഷം നേരെ റൂമിലേക്കായിരുന്നു പോയത്. അവരൊരു ഹാമ്പർ തന്നായിരുന്നു, അതൊരു അൺബോക്സ് ചെയ്തു. ഒരു ഡിജിറ്റൽ വാട്ടർ ബോട്ടിലും പിന്നെ അതുപോലെ തന്നെ ഒരു പെൻ ഡ്രൈവൊക്കെ തന്നായിരുന്നു. അവരൊരു ഇൻസ്ട്രക്ഷൻ